ഈ ഒരു സംഭവം വളരെയധികം ഒച്ചപ്പാട് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം സപ്രസ് ചെയ്യാൻ കഴിയില്ല. ഗുണ്ടകൾ എത്ര സ്വാധീനം ഉണ്ടെങ്കിലും പതുക്കെ പതുക്കെ അവരിലേക്ക് അന്വേഷണം എത്തണം. പക്ഷേ ഇത്രയും വലിയ ഒരു സംഖ്യ ആൾക്കാരെ കൊലപ്പെടുത്തി വിട്ടിരിക്കുന്നുണ്ട്, അതിലൊന്നും അന്വേഷണം എങ്ങ് എത്തില്ല നമുക്കറിയാം. എങ്കിലും ഏറ്റവും സജീവമായിട്ട് ഈ തങ്ങളുടെ മകളെ അല്ല ഭാര്യയെ അല്ല അവരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർ ഇന്നും അതിൻ്റെ പുറകെ അവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരുടെ കേസുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നോക്കണം. കാരണം അത് കൂടുതൽ എവിഡൻസ് അതിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ സഹകരണമുണ്ട്. ഇതിനകത്ത് കഴിഞ്ഞ 10-40 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ പല കൊലപാതകങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എവിഡൻസ് കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ്. പേരും അഡ്രസ്സൊക്കെ ചിലപ്പം കിട്ടുകയും കുഴിച്ചിട്ട സ്ഥലത്തിൻ്റെ അതേ സ്കെൽറ്റൻ കിട്ടുമോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള കേസുകൾ കൂമ്പാരം പോലെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിനകത്ത് അടിയന്തരമായി അതിന് എവിഡൻസ് കിട്ടാൻ സാധ്യതയുള്ള സെലക്ട് ചെയ്ത് ആ കേസുകളിൽ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി യഥാർത്ഥ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്.